റെയിൽവേയുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഒരുപാടധികം കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. സോ നിലവിൽ നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഗ്രേഡ് 1ന് അപേക്ഷിച്ചവർ എന്ത് ചെയ്യരുത്, ഇത് വാങ്ങരുത്. ഗ്രേഡ് 3 സിലബസിലൊക്കെ മാറ്റമുണ്ട്. അപ്പം ഗ്രേഡ് 3ൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ആദ്യം തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. മാത്സ് നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗത്തുണ്ട്. അപ്പം മാത്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മാത്സിൽ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ, 25 മാർക്കിനാണ് ചോദിക്കുന്നത്. പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ജനറൽ ഇൻ്റലിജൻസ്, അതായത് റീസണിങ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 25 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. അവിടെ 100 ചോദ്യമുണ്ട്. പിന്നെ ജനറൽ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. 200 ചോദ്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 40 മാർക്കിനാണ് ഒരു മെജോറിറ്റി ഭാഗവും അവിടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ജനറൽ അവയർനെസ് കാണാൻ സാധിക്കും. 100 ചോദ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കാണ് അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം 500 ചോദ്യവും അതിൻ്റെ ഓപ്ഷൻസും 4ഓളം ഓപ്ഷൻസ് ഒരു ചോദ്യത്തിനുണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസും 500ഓളം എക്സ്പ്ലനേഷൻസും അടങ്ങിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ മാത്തമാറ്റിക്സ് ആണ്, മാത്സ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, തന്നെ അതിൻ്റെ ആൻസർ, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെയാണ് വ്യക്തമായിട്ട് വിശദീകരിച്ച് ഇവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും എക്സ്പ്ലനേഷനാണ് എന്താണ് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഫൈൻഡ് ദി വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ചോദ്യം ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ജനറൽ സയൻസിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. ആദ്യം തന്നെ ചോദ്യം നേരത്തെ വന്നതുപോലെ തന്നെ ചോദ്യം, ഓപ്ഷൻസ്, പിന്നെ അതിൻ്റെ ആൻസർ, കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതും കാണാൻ സാധിക്കും. അങ്ങനെ 500ഓളം ചോദ്യങ്ങളാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്നത് അതിൻ്റെ RRB ഗ്രേഡ് 3, അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 3ൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ താഴേക്ക് നൽകിയിട്ടുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങൾ എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒന്ന്, നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ടീമിന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആയിട്ടൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ 129 രൂപ പേയ്മെന്റ് ചെയ്തതിന് ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി. വാട്സപ്പിന്റെ ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കമന്റ് ബോക്സിൽ പിന്നും ചെയ്തിട്ടുണ്ടാവും. അതിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോർ വഴി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സ്റ്റോറിന്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മെയിൽ ID അതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ പോലുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ടീമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീമിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അത് നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലായിട്ട് ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവിടത്തേക്ക് നിങ്ങളുടെ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. സോ ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് അപേക്ഷിച്ചവർക്ക് ഇപ്പോൾ തന്നെ വാങ്ങി പഠിച്ചു തുടങ്ങാവുന്നതുമാണ്.